നമസ്കാരം. എൻലൈറ്റൻമെന്റിന് ശേഷം ഗൗതമൻ പറഞ്ഞു, ഐ ആം ദി അവേക്കൻഡ്. ഞാൻ ഉണർന്നവനാണ്, ഞാൻ ബുദ്ധനാണ്. ബുദ്ധന്റെ ഈ വാക്കുകൾ ലോക പ്രശസ്തമാണ്, വളരെ ശക്തവുമാണ്. ബുദ്ധൻ ഞാൻ ഉണർന്നവനാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഉറങ്ങുകയാണോ എന്ന ചിന്ത സ്വാഭാവികമായും വരും. എന്തിൽ നിന്നാണ് ബുദ്ധൻ ഉണർന്നത്? എന്തിലേക്കാണ് ബുദ്ധൻ ഉണർന്നത്? അങ്ങനെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ വരുന്നു. ഇന്ന് നമ്മൾ വേദാന്തയിലൂടെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കും. വേദാന്തം ഒരിക്കലും ബുദ്ധനോട് തർക്കിക്കുകയോ വാദിക്കുകയോ ചെയ്യുന്നില്ല, മറിച്ച് ബുദ്ധന്റെ വാക്കുകൾക്ക് വ്യക്തത നൽകാൻ ശ്രമിക്കുന്നു. ബുദ്ധന്റെ വാക്കുകളിലെ ആശയക്കുഴപ്പം നീക്കാൻ ശ്രമിക്കുന്നു. വേദാന്തം വളരെ ലളിതമായ ഒരു ചോദ്യം ചോദിക്കുന്നു. ഞാൻ ഉണർന്നവനാണ് എന്ന് ബുദ്ധൻ പറഞ്ഞത് ഏത് യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ്? ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലൂടെ വേദാന്തം എല്ലാ ആശയക്കുഴപ്പങ്ങളും നീക്കുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഈ കൺഫ്യൂഷൻ ഉണ്ടാകാൻ കാരണം? ബുദ്ധൻ സംസാരിച്ചത് ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ്, എന്നാൽ നമ്മൾ ജീവിക്കുന്നത് വേറൊരു യാഥാർത്ഥ്യത്തിലാണ്. ഒരു ഉയർന്ന റിയാലിറ്റി അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് പറയുന്ന വാക്കുകൾ ഒരു താഴ്ന്ന റിയാലിറ്റി നിൽക്കുന്ന ആൾക്ക് വളരെ ഷോക്കിംഗ് ആൻഡ് കൺഫ്യൂസിംഗ് ആയി തോന്നാം. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ ഒരാളുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് 9 എന്നാണെങ്കിൽ മറ്റേ ആളുടെ യാഥാർത്ഥ്യം 6 ആണ്. രണ്ടു കൂട്ടരും അവരവരുടെ യാഥാർത്ഥ്യത്തെ വാദിക്കുന്നു. അവരുടെ ലെവൽ ഓഫ് റിയാലിറ്റിയിൽ രണ്ടു കൂട്ടരും ശരിയാണ്. വേദാന്തം പറയുന്നത് യാഥാർത്ഥ്യം എന്നത് ഒരു തലത്തിലല്ല, മറിച്ച് 3 തലത്തിൽ ഉണ്ടെന്നാണ്. വേദാന്തം 3 ലെവൽസ് ഓഫ് റിയാലിറ്റി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. ഈ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ആശയക്കുഴപ്പം തീർച്ചയായും നീങ്ങുകയും ബുദ്ധന്റെ വാക്കുകൾ വ്യക്തമാവുകയും ചെയ്യുന്നു. ഇനി നമ്മൾ വേദാന്തയുടെ ആ റിയാലിറ്റീസ് ഏതെല്ലാമാണെന്ന് നോക്കാം. ആദ്യമായി വേദാന്തം പരിചയപ്പെടുത്തുന്നതാണ് പ്രാതിഭാസിക സത്യം. ഇവിടെ റിയാലിറ്റി സംസ്കൃതത്തിൽ സത്യം, പ്രാതിഭാസിക സത്യം. ഇത് ഒരു ഇല്യൂഷൻ ബേസ്ഡ് എക്സ്പീരിയൻസ് ആണ്. അടുത്തതായി വേദാന്തം പരിചയപ്പെടുത്തുന്നത് വ്യാവഹാരിക സത്യം, അതായത് നമ്മളുടെ ദൈനംദിന ജീവിതം. ഒരുപക്ഷെ ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് വ്യാവഹാരിക സത്യത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ്. അവസാനമായി പാരമാർത്ഥിക സത്യം, ദ അൾട്ടിമേറ്റ് ട്രൂത്ത്. ഇനി നമുക്ക് ഇവ ഓരോന്നും ഒരല്പം വിശദമായി പരിചയപ്പെടാം. ആദ്യത്തേത് പ്രാതിഭാസിക സത്യം. ഇത് നമ്മുടെ മനസ്സിൽ മാത്രം സംഭവിക്കുന്ന ഒരു റിയാലിറ്റിയാണ്. ഉദാഹരണം, നമ്മുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ മണലാരണ്യത്തിൽ കാണുന്ന മരുപ്പച്ച എന്ന പ്രതിഭാസം. എന്നാൽ നമ്മൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ ചിത്രത്തിലേക്കൊന്ന് സൂക്ഷിച്ചു. ഇവിടെ ഈ റോഡിൽ വെള്ളം ഉള്ളതുപോലെ നിങ്ങൾക്ക് തോന്നുന്നു, എന്നാൽ അത് വെറും ഒരു തോന്നലാണ്. താപനില ഉയർന്ന ഒരു പ്രദേശത്തേക്ക് നോക്കുമ്പോൾ വെള്ളമുള്ള പോലെ നമുക്ക് തോന്നുന്നു. ഇനി നിങ്ങൾ നിങ്ങളുടെ ഉറക്കത്തിലെ സ്വപ്നങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. സ്വപ്നങ്ങളിൽ സംഭവിക്കുന്നത് യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്നു. സ്വപ്നത്തിൽ നിങ്ങൾ സന്തോഷവും വേദനയും ദുഃഖവും എല്ലാം അനുഭവിക്കുന്നു. എന്നാൽ നിങ്ങൾ ഉണരുമ്പോൾ, അതായത് നിങ്ങൾ അടുത്ത സത്യത്തിലേക്ക് ഉയരുമ്പോൾ നിങ്ങൾ ചിന്തിക്കാറുണ്ട്, ഓ, അത് വെറും ഒരു സ്വപ്നമായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അടുത്തതായി വ്യാവഹാരിക സത്യം. ഇതാണ് നമ്മുടെ ദൈനംദിന ലോകം. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഈ വ്യാവഹാരിക സത്യം എന്ന തലത്തിൽ നിന്നാണ്. നമ്മുടെ ശരീരം, മനസ്സ്, കുടുംബം, ജോലി, വിജയം, പരാജയം, ദുഃഖം, സന്തോഷം എല്ലാം ഈ തലത്തിലാണ് സംഭവിക്കുന്നത്. നമ്മുടെ അജ്ഞത, അഹങ്കാരം എല്ലാം ഈ തലത്തിലാണ്. ഭൂരിഭാഗം മനുഷ്യരും ഈ യാഥാർത്ഥ്യത്തിലാണ് ജീവിക്കുന്നത്. ഇതാണ് യഥാർത്ഥ യാഥാർത്ഥ്യം, ദി അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന തെറ്റിദ്ധാരണയിൽ നമ്മൾ ജീവിച്ചു വരുന്നു. വേദാന്തം പറയുന്നു, ഇത് ഒരു പരിധിവരെ മാത്രമേ സത്യമുള്ളൂ, എന്നാൽ ഇതിനപ്പുറം ഒരു സത്യം കൂടിയുണ്ട്. അതാണ് ഒരു മനുഷ്യന്റെ അൾട്ടിമേറ്റ് റിയാലിറ്റി അല്ലെങ്കിൽ ഏറ്റവും പരമമായ സത്യം. അതാണ് വേദാന്തം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വേദാന്തം പരിചയപ്പെടുത്തുന്ന ഏറ്റവും പരമമായ സത്യമാണ് പാരമാർത്ഥിക സത്യം, ദ അബ്സല്യൂട്ട് റിയാലിറ്റി. ഇതാണ് ഏറ്റവും പരമമായത്. ഈ തലത്തിൽ അജ്ഞാനം ഇല്ല, അഹങ്കാരം ഇല്ല, നമ്മുടെ ശരീരം, മനസ്സ് എന്ന ഇല്ല, ഞാൻ നീ എന്ന വേർതിരിവില്ല. ഈ തലത്തിൽ നിന്നുകൊണ്ടാണ് ബുദ്ധൻ ഐ ആം ദി അവേക്കൻഡ്, ഞാൻ ഉണർന്നവനാണ് എന്ന് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഒരു നിമിഷം ചിന്തിക്കൂ. ഈ സത്യത്തിലേക്ക് ഉയരുമ്പോഴാണ് നമ്മൾ ആത്മസാക്ഷാത്കാരം നേടുന്നത്, എൻലൈറ്റൻമെന്റ് ആവുന്നത്.
ഈ സത്യത്തിനെ നമ്മുടെ ഋഷീശ്വരന്മാർ ബ്രഹ്മം എന്നാണ് പറഞ്ഞിരുന്നത്. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഈ യാഥാർത്ഥ്യമാണ്. ഈ തലത്തിൽ നിന്നാണ് തത്വമസി, അഹം ബ്രഹ്മാസ്മി എന്നീ മഹാവാക്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആദ്യം പറഞ്ഞ പ്രാതിഭാസിക സത്യത്തിൽ നിന്ന് വ്യാവഹാരിക സത്യത്തിലേക്ക് നമ്മൾ ഉണർന്നപ്പോൾ, നമ്മൾ വ്യാവഹാരിക സത്യത്തിൽ എത്തിയപ്പോൾ പ്രാതിഭാസികം നമ്മൾക്ക് വെറും ഒരു സ്വപ്നം അല്ലെങ്കിൽ മിഥ്യ ആയി തോന്നി. ഇനി നിങ്ങൾ ചിന്തിക്കൂ, വേദാന്ത ജ്ഞാനത്തിലൂടെ നമുക്ക് പാരമാർത്ഥിക സത്യത്തിലേക്ക്, ഏറ്റവും അൾട്ടിമേറ്റ് റിയാലിറ്റിയിലേക്ക് ഉയരാൻ കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ ലോകം, വ്യാവഹാരിക ലോകം ഒരു മിഥ്യയായി നമുക്ക് മനസ്സിലാവും. ജഗദ്ഗുരു ശങ്കരാചാര്യരുടെ ഏറ്റവും ഫേമസ് ആയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപര. ബ്രഹ്മം മാത്രമാണ് സത്യം, നമ്മൾ ജീവിക്കുന്ന ഈ ലോകം ഒരു മിഥ്യയാണെന്ന് ശങ്കരാചാര്യർ ഈ സ്റ്റേറ്റ്മെന്റിലൂടെ വ്യക്തമാക്കുന്നു. പ്രിയമുള്ളവരെ, ആദ്യം ചോദിച്ച ചോദ്യം, നമ്മൾ ഉറങ്ങുകയാണോ? ഇപ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് ഏകദേശം ഒരു മറുപടി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മളിൽ ഭൂരിഭാഗം പേരും ആദ്യത്തെ 2 യാഥാർത്ഥ്യങ്ങളിലാണ് ജീവിക്കുന്നത്, പ്രാതിഭാസിക സത്യത്തിലും വ്യാവഹാരിക സത്യത്തിലും. എന്നാൽ ബുദ്ധൻ നിൽക്കുന്നത് പാരമാർത്ഥിക സത്യത്തിലാണ്. വ്യാവഹാരിക സത്യത്തിൽ നിന്ന് ഉണർന്നതുകൊണ്ടാണ് ബുദ്ധൻ ഞാൻ ഉണർന്നവനാണ് എന്ന് പറയുന്നത്. വേദാന്ത ജ്ഞാനം നമ്മളെ എല്ലാവരെയും പാരമാർത്ഥിക സത്യത്തിലേക്ക് നയിക്കുന്നു. ഇതിനായി വേദാന്തത്തിന് ഒരുപാട് സിസ്റ്റംസ്, മെത്തേഡ്, ടെക്നിക്സ് എല്ലാം ഉണ്ട്. നമ്മൾ ഈ സത്യത്തിൽ നിൽക്കുന്നത് അജ്ഞത കൊണ്ടാണ്. ഈ അജ്ഞാനത്തിനെ വേദാന്തം പടിപടിയായി ഇല്ലാതാക്കുന്നു, നമ്മളെ മോക്ഷത്തിലേക്ക് അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നു. ഈ ചാനലിലൂടെ നമ്മൾ വേദാന്ത സത്യങ്ങളെ ലളിതമായി അവതരിപ്പിക്കുന്നു. ഈ ആത്മീയ യാത്ര നമുക്ക് ഒരുമിച്ച് ആരംഭിക്കാം. വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.